Hi friends, ഇന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജിഞ്ചർ ചിക്കൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ്റെ വെറൈറ്റി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഒരു ജിഞ്ചർ ചിക്കൻ. ബേസിക്കലി ഇതൊരു ചൈനീസ് ഡിഷാണ്. അപ്പോൾ ചൈനീസ് ഡിഷിന് നമ്മൾ ഉപയോഗിക്കുന്ന സോസസ്, പിന്നെ നമ്മൾ ചിക്കൻ കോട്ട് ചെയ്ത് വെക്കുന്നു, അങ്ങനെയുള്ള സെയിം സ്റ്റെപ്പുകൾ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം, അതിനെ കുക്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമേ തന്നെ ചിക്കൻ. ഇത് ഏകദേശം 1/2 കിലോ ചിക്കൻ ഇതേപോലെ അരിഞ്ഞ് വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുവാണ്. ഇനി അതിനാവശ്യമായിട്ടുള്ള ഇത് കോൺഫ്ലോർ ആണ്, ഇത് മൈദ, ഉപ്പ്. ഇത് സൺഫ്ലവർ ഓയിലാണ്. ചൈനീസ് ഡിഷിന് നമ്മൾ കൂടുതലും സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാറുണ്ട്, വെളിച്ചെണ്ണ ഉപയോഗിക്കാറില്ല. ഇത് റെഡ് ചില്ലി സോസ് ആണ്, ടൊമാറ്റോ സോസ്, സോയ സോസ്, കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള വെള്ളം. ഇത് നമ്മുടെ ജിഞ്ചർ ചിക്കന് ആവശ്യമായിട്ടുള്ള ജിഞ്ചർ തന്നെയാണ് ഈ 3 ബൗളിൽ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒന്ന് ചതച്ചതാണ്, ഒന്നിങ്ങനെ നീളത്തിൽ അരിഞ്ഞത്, ഒന്ന് പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി. ഇനി ഇത് പച്ചമുളക്, ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. കളർ ആവശ്യം ഇത് കാരണം ഞാൻ പിരിയമുളക് തന്നെയാണ് അടിച്ചെടുത്തിരിക്കുന്നത്. ഇത് അതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളിക്ക് ഇതിൽ ചെറിയ റോളേ ഉള്ളത് കാരണം കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ സവാള ഏകദേശം പൊടിയായിട്ട് അരിഞ്ഞതും, ഏകദേശം നമ്മൾ ചില്ലി ചിക്കൻ അരിയുന്ന പോലെ എടുത്തിരിക്കുന്നതും, ഇത് ക്യാപ്സിക്കം, ഇത് സ്പ്രിംഗ് ഒണിയൻ, ഇനി നമ്മുടെ ഷുഗർ, ഇത് കുരുമുളക് പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ജിഞ്ചർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യമായി നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് ഏകദേശം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ നന്നായിട്ട് ചതച്ചെടുത്തേക്കുന്നത്, പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ മൈദ, ഏകദേശം 2 ടേബിൾ സ്പൂൺ സോയ സോസ്. ഇനി നമ്മൾ എരിവിന് വേണ്ടി ഏകദേശം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അത് കാരണം കളർ വേറെ ചേർക്കുന്നില്ല, കളർ ഈ ചില്ലിയിൽ നിന്നുണ്ടായിരിക്കുമല്ലോ. ഇനി ഏകദേശം 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം, ഈ ഇതൊന്ന് പേസ്റ്റ് ഒന്ന് നന്നായിട്ടാകാൻ വേണ്ടി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുവാണ്. ഇത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. നന്നായിട്ട് അതിൻ്റെ ആ ഒരു നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ആ ഫ്രഷ് ചിക്കൻ നന്നായിട്ടൊന്ന് കഴുകി വെച്ചേക്കുവാണല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ വേറെ അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടി മുളക് പൊടിയും ആ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിക്ക് വേണ്ടി ഏകദേശം ആ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി ഉപ്പൊന്ന് നോക്കാം. ഒരിത്തിരി ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ചിക്കൻ ഇതിലിട്ടിടുന്നത്. മസാല നന്നായിട്ടൊന്ന് പുരട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഏകദേശം 1/2 കിലോ വരുന്ന ചിക്കൻ ഇതിലോട്ട് ചേർക്കുവാണ്. നന്നായിട്ടൊന്ന് മസാല ചിക്കനിലോട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഇതിന് കുറച്ച് നേരം സെറ്റ് ആകാനായിട്ട് വെക്കണം, 1/2 മണിക്കൂറോ 1 മണിക്കൂറോ. ഇനി നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുക്കാനുള്ളതാണെങ്കിൽ ഇതിങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചാൽ മതി. നന്നായിട്ട് ഈ മസാല ചിക്കനിലെല്ലാം പിടിച്ച് നമ്മുടെ ജിഞ്ചർ ചിക്കൻ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വേഗം വീഡിയോ എടുക്കാനായിട്ട് ഏകദേശം 1/2 മണിക്കൂറേ ഞാൻ മാരിനേറ്റ് ചെയ്യുന്നുള്ളൂ. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഏകദേശം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഏകദേശം 1/2 മണിക്കൂറാണല്ലോ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് പതുക്കെ ആ എണ്ണയിലോട്ട് പെറുക്കിയിട്ട് കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കൺജസ്റ്റഡ് ആയിട്ട് ഇടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, ഏകദേശം ഒരു 3/4 ഭാഗം വേവേ നമ്മൾ ചിക്കൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് കളർ മാറുമ്പോൾ തന്നെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ, കാരണം ചൈനീസ് ഡിഷുകളെല്ലാം തന്നെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വേവിക്കുന്നത്.
ശരിക്കും നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ കുക്കിങ്ങിൻ്റെ ആ ഒരു സ്റ്റേജിൽ ബാക്കിയുള്ള ചിക്കൻ ഇതിൽ വേകാത്ത ചിക്കൻ ആ ടൈമിൽ വെന്തോളൂ. അത് പറഞ്ഞ് നമ്മൾ ജസ്റ്റ് ഒന്ന് കളർ മാറുമ്പോൾ തന്നെ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതായിട്ടുണ്ട്. കണ്ടോ, കളറെല്ലാം നന്നായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് എല്ലാ സൈഡും ഒന്നുകൂടി ഒന്ന് ചരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം തന്നെ മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മറിച്ചിടുന്ന സമയത്ത് ആദ്യം നമ്മൾ മറിച്ചിട്ടതെല്ലാം ഓൾറെഡി കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ എടുത്തില്ലെങ്കിൽ ഇത് ഒരുപാട് ഹാർഡായി പോകും. അതുകൊണ്ട് ഞാനിത് എടുക്കുവാണ്. ഇനി ബാക്കിയുള്ള ചിക്കൻ ഇതേപോലെ 2-3 സെക്ഷനായിട്ട് നമ്മൾ ഇതേപോലെ വറുത്തെടുക്കണം. ഈ സ്റ്റേജിൽ തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഒരുപാട് ഹാർഡായി പോകും. ആ ഹൈ ഫ്ലെയിമിൽ തന്നെ എല്ലാം ഇടുവാണ്. ഇട്ട് എല്ലാ ഭാഗത്തും ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് എന്തായാലും ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന കുക്ക് ആയിട്ടുണ്ടാവും. അപ്പോൾ തന്നെ നമ്മൾ അവിടെ വെച്ച് തിരിച്ചു കൊടുക്കണം. ഇനി ബാക്കിയുള്ളത് ഇതേപോലെ നമുക്ക് എല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ എല്ലാം നന്നായിട്ട് മുക്കാൽ ഭാഗം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആ ഫ്രൈയിങ് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ഹാർഡായി പോകും. അപ്പോൾ ഈ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് നമ്മുടെ ജിഞ്ചർ ചിക്കൻ്റെ മിക്സിങ്ങിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ മിക്സിങ്ങിലോട്ട് കിടക്കാം. ഇനി നമുക്ക് ജിഞ്ചർ ചിക്കൻ്റെ ഫൈനൽ സ്റ്റെപ്പിലോട്ട് കിടക്കാം. ഈ എണ്ണ നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാനെടുത്ത അതേ എണ്ണയാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂണാണ് ഉപയോഗിക്കുന്നത്. ചിലർ നല്ലെണ്ണ യൂസ് ചെയ്യുന്ന കാണാറുണ്ട്, ജിഞ്ചർ ഓയിൽ. അത് ചൈനീസ് ഡിഷിന് ചിലർക്ക് അത് ആ ഒരു ഫ്ലേവർ നല്ല ചൈനീസ് ഡിഷിന് ആപ്റ്റായിട്ടുള്ളൊരു ഫ്ലേവറാണ്. ഞാനത് ആഡ് ചെയ്യുന്നില്ല. ഞാൻ നമ്മുടെ ആ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച അതേ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ആ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജിഞ്ചർ ചിക്കനിൽ ഗാർലിക്കിന് ശരിക്കും ഒരു റോളില്ലാത്തതാണ്. എങ്കിലും ഒരു ഇച്ചിരി നമ്മുടെ ചിക്കൻ കറി അല്ലേ, കുറച്ച് വെളുത്തുള്ളി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ പച്ചമുളക്, ഇത് ഏകദേശം ഒരു 3-4 പച്ചമുളക് ഇപ്പോൾ ആഡ് ചെയ്യുന്നുള്ളൂ. അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒണിയൻ, അത് നല്ല ഹൈ ഫ്ലെയിമിൽ ഒന്ന് സോക്ക് ചെയ്തെടുക്കുക. അതൊന്ന് മൂക്കണം ആ എണ്ണയിൽ കിടന്ന്. അത് കഴിയുമ്പോൾ നമുക്ക് സോസസ് എല്ലാം ഇട്ട് കൊടുക്കാം. സോയാ സോസ് ഓൾറെഡി നമ്മൾ ആ ഫ്രൈ ചെയ്യാൻ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി സോസസ് ഇട്ട് കൊടുക്കണം. കാരണം ജിഞ്ചർ ചിക്കൻ്റെ ഏകദേശം ആ ഒരു ടേസ്റ്റ് വരുന്നത് സോയാ സോസിൽ തന്നെയാണ്. ഇത് ജസ്റ്റ് ഒന്ന് മൂത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചില്ലി സോസ്, ഏകദേശം 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നോർമൽ സോയാ സോസ് ആണ് കേട്ടോ. ഇനി ഡാർക്ക് ലൈറ്റ് അങ്ങനെ വെറൈറ്റീസ് ഉണ്ട്. അത് നമുക്ക് ആ കളറ് നല്ല ഡാർക്ക് കളർ വേണമെന്ന് ആഗ്രഹമുള്ളവർ ആ ഡാർക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിൽ ഈ സോസസ് ഒക്കെ ഒന്ന് ചൂടാവണം. നന്നായിട്ടൊന്ന് ചൂടായി
അതിൻ്റെ ആ കുത്തലൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ചില്ലി ചിക്കനൊക്കെ അരിഞ്ഞു വെക്കുന്ന പോലത്തെ കുറച്ച് സവാള, ക്യൂബായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, പിന്നെ കുറച്ച് ക്യാപ്സിക്കം ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. ആ ഒരു ചിക്കൻ്റെ ആ ഒരു അരിഞ്ഞു വെച്ചേക്കുന്ന പോലെ ചരിച്ച് തന്നെ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചിക്കനോട് കൂടി കിടക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ, ആ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് സൈഡ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത ചിക്കൻ 5 മിനിറ്റോളം നമ്മളൊന്ന് കുക്ക് ചെയ്യാനായിട്ട് അടച്ചു വെക്കണം. ഏകദേശം 5 മിനിറ്റ് നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ആ ഫ്രൈ ചെയ്യുമ്പോൾ ഏകദേശം 3/4 ഭാഗം കുക്കിംഗ് മതിയെന്ന് പറയുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് ഒരു കുറുക്ക് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം, ഇതിൽ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല, അതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ നമുക്കൊന്നും കൂടി ഒന്ന് പുരട്ടിയെടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇച്ചിരി ഗ്രേവി കൂടി എടുക്കാൻ വേണ്ടി ഏകദേശം ഒരു 1/2 കപ്പോളം തിളച്ച വെള്ളം ഞാൻ ഒഴിക്കുവാണ്. നമ്മളിപ്പോൾ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്തല്ലോ, അപ്പോൾ നന്നായിട്ട് ആ ചിക്കനോട് കൂടി ചേർന്ന് നിൽക്കും. അപ്പോൾ ചെറിയൊരു ഗ്രേവി, എന്നാൽ ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അധികം ഗ്രേവി ആക്കുന്നില്ല. ഇതിലോട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര, നമ്മുടെ സോയാ സോസ് ആഡ് ചെയ്യുവാണല്ലോ, അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുവാണ്. ഇനി ഇച്ചിരി എരിവ് ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടി പെപ്പർ പൗഡർ ഞാൻ ആഡ് ചെയ്യുവാണ്. ആ ഒരു ബ്ലാക്ക് കളർ നല്ല ഭംഗിയായിരിക്കും ജിഞ്ചർ ചിക്കൻ കാണാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ, നമ്മൾ ഒരിക്കലും ലോ ഫ്ലെയിമിലോട്ട് മാറ്റരുത്. ചൈനീസ് ഡിഷസ് എല്ലാം തന്നെ ഹൈ ഫ്ലെയിമിലാണ് വെക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. ഈ കോൺഫ്ലവർ ഒന്ന് കുക്കാകാനായിട്ട് ഒരു 3 to 5 മിനിറ്റ്സ് വേണ്ടി വരും. ഇതപ്പോൾ ആ കോൺഫ്ലവർ ഒന്ന് കുക്കായിക്കോട്ടെ, ഒരു 3 to 5 മിനിറ്റ്സ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കോൺഫ്ലവർ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൽ ഉപ്പ് നോക്കുക, നമ്മൾ സോസ് ഒഴിച്ചിട്ടുണ്ട്, ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുള്ള കാരണം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുവാണ്. ഇനിയിപ്പോൾ കഴിഞ്ഞു, നമ്മുടെ ജിഞ്ചർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ്, നമ്മുടെ ജിഞ്ചർ, നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കുന്ന ജിഞ്ചർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് നമ്മൾ കളറൊന്ന് ശ്രദ്ധിക്കുക, കളർഫുള്ളായിട്ട് ഇരിക്കണമെങ്കിൽ കളർ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ സോയാ സോസ് കുറച്ചുകൂടി ഡാർക്ക് കളർ സോയാ സോസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബ്ലാക്കിഷ് ആയിട്ടുള്ള ഒരു കളറോട് കിട്ടുമ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്, കാരണം ഏകദേശം കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സ്പ്രിംഗ് ഓണിയനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്തു. ഇതിലോട്ട് ഒരു ഭംഗിക്കും ഒരു ഇച്ചിരി എരിവിനും വേണ്ടി ഞാൻ കുറച്ച് പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. ഇത് നമ്മൾ സെർവ് ചെയ്യാൻ നേരത്ത് പോട്ടിലോട്ട് എടുത്ത് വെക്കുമ്പോൾ ഈ പച്ചമുളക് ഈ റെഡ് കളറിൻ്റെ ഇടയിൽ കാണുമ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ടാവും. പിന്നെ എരിവ് ആവശ്യമുള്ളവർക്ക് എരിവും ആയിക്കോളും. അങ്ങനെ നമ്മുടെ ജിഞ്ചർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ്. ഇനി നമുക്ക് അതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.
അപ്പോൾ ഈ ജിഞ്ചർ ചിക്കൻ എല്ലാം നമ്മുടെ സെർവിങ് പോട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചിക്കൻ്റെ വെറൈറ്റി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ജിഞ്ചർ ചിക്കൻ ഇഷ്ടപ്പെടും. നല്ല ജ്യൂസി സ്പൈസി ആയിട്ടുള്ള ജിഞ്ചർ ചിക്കനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവരും കഴിക്കണം. നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുവാണ്. കൂടുതലും നമ്മുടെ വീഡിയോ നോൺ സബ്സ്ക്രൈബേഴ്സാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ ഷെയർ ചെയ്യണം, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, അടുത്തുള്ള ആ ഒരു ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.